മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇന്നൊരു നെയ്യ് ഇത് ഈ പാത്രം നിറയെ ഇതുണ്ടായിരുന്നു, പാലിൻ്റെ പാട ഡെയിലി നമ്മളെടുത്ത് വെക്കുമായിരുന്നേ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കിട്ടുന്ന നെയ്യെല്ലാം അതുപോലെ എടുത്ത് ഫ്രീസറിലെടുത്ത് വെക്കും. എന്നിട്ട് ആ പാത്രങ്ങൾ നിറയുമ്പോൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ആ നെയ്യ് അങ്ങനെ എടുക്കുന്നതൊക്കെ മിക്സിക്കകത്ത് ഇട്ട് അടിച്ച് എടുത്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അതെടുത്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല. അതിൻ്റെ അകത്തേക്ക് ഇതിനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടിന്നുണ്ടായിരുന്നു, ഇത് കണ്ടത് ഈ ടിന്നിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ടിന്നുണ്ടായിരുന്ന നെയ്യ് ഇതിപ്പം നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒത്തിരി തീയങ്ങ് ചെറുതായിട്ട് അധികം കൂട്ടണ്ട, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതിലെന്താണെങ്കിലും ജലാംശം ഉണ്ടായിരിക്കുമേ. കാരണം നമ്മൾ പാലിൻ്റെ പാടെടുത്ത് മാറ്റി വയ്ക്കുവാണെങ്കിൽ ജലാംശം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ ജലാംശം വറ്റിപ്പോയിട്ട് ഈ കളറ് മാറി വരണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് വാങ്ങിക്കുന്ന പാലിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ ആ ദോശയ്ക്കകത്തൊക്കെ ഈ നെയ്യ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ നെയ്യ് തന്നെ ഇത്തിരിയും കൂടി തീർന്നു. ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് ഇത് ഉരുകി കഴിയുന്നത് ഇതുപോലെ പാത്രത്തിലാക്കും. എന്നിട്ട് ആ പാത്രത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് നെയ്യും കൂടി ഉള്ളൂ അതിൻ്റെ അകത്ത്. അത് ഇപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നല്ല പാല് കിട്ടുമല്ലോ. പാക്കറ്റ് പാലല്ല, നല്ല പാലാണ്. അപ്പോൾ അതിലൊത്തിരി നെയ്യ് നമുക്ക് കിട്ടുമെടുക്കാനായിട്ട്. എന്നിട്ട് ഈ നെയ്യ് നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്ത് ഇതിലൊരു കളർ വ്യത്യാസം വരുമല്ലോ, ഒരു ബ്രൗൺ കളർ വരും ഇതിന്. ബ്രൗൺ കളറാകുമ്പോൾ അത് ഈ മഞ്ഞ കളർ പോയിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്കിത് തീ ഓഫാക്കി തണുത്ത് കഴിയുമ്പോൾ ആ നെയ്യ് എടുത്ത് മാറ്റി ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് വരുന്നത് നമുക്കിത് ചോറിലൊക്കെ ഇട്ട് കഴിക്കാൻ, ചൂട് ചോറിനകത്തൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ നേരം നമ്മളിതൊന്ന് ഇളക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണാൻ സാധിക്കുമല്ലോ, അതേ നോക്കി നെയ്യുടെ അത് കണ്ട വെള്ളത്തിൻ്റെ ഇത് മാറി നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഉപ്പുമാങ്ങയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഉപ്പുമാങ്ങ വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കേട്ടോ. ഇതേ ഉപ്പുമാങ്ങ ഇതുപോലെയുള്ള അച്ചാർ ഭരണിക്കകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യ സമയത്തൊക്കെ എടുക്കാം. എനിക്ക് നമ്മൾ ആദ്യം എടുത്തേക്കാളും ചൂടാകുന്നതനുസരിച്ച് അതിൻ്റെ മാറ്റം പറഞ്ഞുണ്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. പരിശ്രമിച്ച് നോക്കണേ. ഓക്കെ.